എൻ്റെ പേര് ശശാങ്കുളിയുടെ മക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ്. അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വഴിത്തിരിവായിരിക്കുന്ന വലിയൊരു പ്രഖ്യാപനം, ഒരു കോൺട്രവേഴ്സിനെ കുറിച്ചാണ്. എത്ര പേര് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. തെലുങ്കാനയിൽ നമ്മുടെ മതേതര സ്നേഹക്കടയുടെ ഉടമസ്ഥൻ നടത്തിയ ഒരു പ്രഖ്യാപനം, അതായത് ഒരു തെരഞ്ഞെടുപ്പ് ബൈപോൾ ഇലക്ഷൻ റാലിയിൽ അദ്ദേഹം നടത്തിയൊരു പ്രഖ്യാപനം വളരെയധികം ഇപ്പോൾ വിവാദമായിട്ട് നിൽക്കുകയാണ്. അതായത് പുതിയ തരത്തിലുള്ളൊരു അതായത് പണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും അല്ലെങ്കിൽ ആ വോട്ട് ബാങ്കിനെ ഏറ്റവും കൂടുതൽ പ്രീണിപ്പിച്ചും മുതലെടുത്തും അധികാരങ്ങൾ പങ്കിട്ടവർ ഇപ്പോൾ അതാ തുറന്നടിച്ചിരിക്കുന്നു. ഞങ്ങളില്ലാതെ നിങ്ങളില്ല, നിങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്. ഈ ബാക്കിയുള്ളത് പറയണ്ടല്ലോ അല്ലേ. അപ്പോൾ തെലുങ്കാനയിൽ നടന്നൊരു സംഭവമാണ്, സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് കോൺഗ്രസ് എന്നാൽ മുസൽമാനാണ്, മുസൽമാൻ എന്നാൽ കോൺഗ്രസ് ആണ്. അതിനെ മുസ്ലിം സംഘടനകളിൽ തന്നെ അവിടെ എതിർത്തിട്ടുണ്ട്. പക്ഷേ അവരുടെ അസ്തിത്വം തന്നെ കോൺഗ്രസ്സിലാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യ രാജ്യം ഉണ്ടായപ്പോൾ ഏറ്റവും നന്നായിട്ട് ഈ വോട്ട് ബാങ്കിനെ മുതലെടുക്കുകയും ഈ സമുദായത്തെ ഏറ്റവും നന്നായിട്ട് മുതലെടുത്തുകൊണ്ട് അധികാരം ഏറ്റവും കാലം കയ്യിൽ വെച്ചതും ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ്. പക്ഷേ എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് പരാതിയില്ല. കാരണം പുതിയൊരു തരത്തിലുള്ള ഒരു രൂപീകരണത്തിനായിരിക്കാം ഈ പ്രഖ്യാപനം തുടരുക. അതായത് ഇപ്പോൾ തെലുങ്കാന കോൺഗ്രസ് എം, തെലുങ്കാന കോൺഗ്രസ് എച്ച്, തെലുങ്കാന കോൺഗ്രസ് സി എന്നിങ്ങനെ ഒരു മതേതരമായിട്ടുള്ള, ഇനി മതേതരത്തിനെ ഒന്നും കൂടി സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. അതായത് ഇതുവരെ മതേതരം എന്ന് നടത്തിയിട്ടുള്ള ആ ഒരു വിഭാഗീയത, മതപ്രീണനം, അതേപോലെ സമുദായത്തിലെ ജാതി വേർതിരിവ്, ഇതെല്ലാം തന്നെ ഇനി പൊതുവിൽ ഒരു പുതിയ മോഡലിൽ ഇറക്കാനുള്ള പരിശ്രമമായിരിക്കും. എന്നിട്ട് ഏറ്റവും നല്ല മതേതര പാർട്ടിയായിട്ട്, അതായത് നമ്മളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളൊരു ആ മഹാപ്രസ്ഥാനത്തെ ഇനി നമ്മൾ അറിയുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എച്ച്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സി, എസ്, സിഖ്, ജൈൻ, പാർസി. ഇന്ത്യ വെട്ടിമുറിച്ച് വിഭജിച്ച് ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ അതേ മനോഭാവം അതേപോലെ തന്നെ പങ്കിടുന്നവർ ഇത് ചെയ്തിട്ടില്ലെങ്കിലേ ഉള്ളൂ. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലും ഇതേ സംഭവം തന്നെ വീണ്ടും ഉപജീവനത്തിനായി ഉപയോഗിക്കേണ്ടി വരുന്ന അവരുടെ ഗതികേടാണ്. ആ ഗതികേടിനെ ഒരിക്കലും നമ്മൾ തെറ്റായി കാണരുത്. പക്ഷേ ഈ ഒരു പ്രവണത എന്തായാലും പറഞ്ഞത് വളരെ നന്നായി. പുതിയ രീതിയിൽ പുതിയ ബോട്ടിലിൽ ഇറക്കുകയാണ്. എന്തായാലും സ്നേഹക്കടകൾ തുറക്കുമ്പോൾ സ്നേഹക്കടകളിലെല്ലാം വിൽക്കുന്നത് ഇവിടുത്തെ വിഭാഗീയതയും മതപരമായിട്ടും ജാതിപരമായിട്ടും എങ്ങനെ ആളുകളെ വിഭിന്നമാക്കി നിർത്താമെന്നും അതിൽ നിന്ന് എങ്ങനെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാമെന്നുള്ള പഴയ കാര്യത്തിൽ നിന്നും കുറച്ചും കൂടി അപ്ഗ്രേഡഡ് വേർഷൻ ഇനി എങ്ങനെ പിളർത്താം. ഗ്രൂപ്പുകൾ നമുക്ക് പതിവാണ്, കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ ഒരു വിഷയമല്ല. അപ്പോൾ ഇനി പുതിയൊരു സംഭവമാണ്. ഇനി മതാടിസ്ഥാനത്തിൽ, അതായത് സമുദായ ജാതി സെൻസസ് നടത്തണമെന്ന് ഘോരം പ്രസംഗിച്ചവർ, വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ നടത്തണമെന്ന് പ്രസംഗിച്ചവർ, അവരിനി ജാതി അടിസ്ഥാനത്തിലല്ല മതാടിസ്ഥാനത്തിൽ നിങ്ങളുടെ അസ്തിത്വം സംരക്ഷിക്കുന്നതും നിങ്ങളുടെ അസ്തിത്വത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിങ്ങളുടെ പുതിയ കോൺഗ്രസ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.